നമസ്കാരം. ഇക്ക ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇത് എടുത്തു പറയുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കട്ടപ്പനയിലെ ഋതുകോശിലെ കഥാപാത്രമായാലും ഈശോയിലെ കഥാപാത്രമായാലും അങ്ങനത്തെ ഓരോ ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരു ജോണർ ഡിഫറെൻ്റ് ആണെങ്കിലും ആ കഥാപാത്രം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ട്. ഇപ്പം ഈ സിനിമയിലെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കുറച്ചുകൂടെ യൂത്തായിട്ട് ബൈക്ക് ഓടിക്കുന്നതായിട്ട് അത് യൂത്ത് വൈബായിട്ട് നിൽക്കുന്ന ഒരാളൊക്കെ ആയിട്ട് ഞങ്ങൾ ശരിക്കും അങ്ങനത്തെ ഒരു വൈബായിട്ടൊരാളാണോ? നല്ല ചോദിച്ചെടുത്തിട്ട് ക്ലൈമാക്സ് അല്ലേ നാലഞ്ച് മണിച്ചിത്രത്താണ് സിനിമ കാണാനായിട്ട് വിചാരിച്ചില്ല. അപ്പം കണ്ടിട്ട് ഇറങ്ങിയാൽ പറയാം കാണണോ ഒരു സുഖമില്ല ആ നാഗവല്ലി ശോഭനെന്ന് എന്ന് പറഞ്ഞാൽ പോയില്ലേ എന്നെ പണം ഇത് എനിക്കറിയത്തില്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും അമ്പിളിയും സത്യം പറഞ്ഞാൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ കഥ അങ്ങനെ മൊത്തത്തിൽ കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പം അതിന് നമ്മുടെ ആ പോർഷൻ അങ്ങനെയൊക്കെ അറിയാം. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കും അതിന് നമ്മൾ കുറച്ച് ഡേറ്റൊക്കെ കൊടുത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ പോർഷൻ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നും പറഞ്ഞില്ല മാർട്ടിൻ മുക്കാറ്റിൻ്റെ പടം ഞാൻ ചെയ്തു മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കഥ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മാറിയിരിക്കുക പള്ളിക്കൊടുത്ത് തേവര കോളേജിൽ ഇരുന്നിട്ട് ഒരു പട്ടണത്തിൽ വലത്ത് കോളേജ് കണക്കുന്ന എൻ്റെ റൂമിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അതിനുള്ളൂ. അപ്പം ഇതും അങ്ങനെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും കാണും ഞാൻ കാണുന്നില്ല ഞാൻ പടം കാണാനില്ലാത്ത ആളാണ് ഇത് ഒട്ടൊന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ആയിട്ട് തോന്നുകയാണ്. നല്ല തമാശല്ല ഇത് തൊട്ടൊക്കെ തുടങ്ങിയാലോ എനിക്ക് കാഴ്ച അങ്ങനെയൊക്കെയാ ഞാൻ ഒന്നും അറിയത്തില്ല കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ പോക്ക് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് റൂട്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ. അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചാനലുകളോ ഒന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ബോധ്യം വരില്ല അങ്ങനെ എനിക്കെൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആവശ്യമുള്ള മാത്രം സാധനം ചെയ്യിപ്പിച്ചിട്ട് അതിന് ഏറ്റവും കൂടുതൽ ജോലി കുറച്ച് എന്നുള്ള ഡയറക്ടറായിരിക്കണം. അത് ഞങ്ങളുടെ ക്രൂസിന് കംപ്ലീറ്റ് ജോലിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി നല്ല അനുഭവങ്ങളെല്ലാം കിട്ടി അടിപൊളിയായിട്ട് എല്ലാ കേസുകളും തീർത്ത് എല്ലാം ചെയ്ത് മര്യാദയായിട്ടിരിക്കുന്ന ഒരു മര്യാദ പടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക് ഞങ്ങളൊന്ന് പറയുക ഒന്ന് എങ്ങനെയെങ്കിലും ഇച്ചിരി ചില്ലറയൊക്കെ ഉണ്ടാക്കി ഒന്ന് മര്യാദയോടുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മര്യാദയുള്ളൊരു സിനിമ നമുക്ക് ആസ്വദിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ പറയാനൊന്നും അറിയാനൊന്നും പാടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ സത്യം പറയാം ഉള്ള കാര്യം പറയാം. ആരൊക്കെ എന്നെ വിമർശിച്ചാലും കാര്യമില്ല. നല്ല പിന്നെ അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതിനെ നല്ലതാക്കി പറയുക. പിന്നെ ആരുടെയെങ്കിലും ഒരാൾ വന്നിട്ട് പറയുക ഞങ്ങളുടെ സിനിമയെക്കുറിച്ച് ഇച്ചിരി കൂട്ടി പറഞ്ഞ് നിങ്ങൾ ആ മറ്റേ സിനിമയിൽ ഇച്ചിരി കുറച്ച് പറയാമോ അതിനകത്തൊന്നും നമ്മൾ ഇടപെടാതെ നമുക്ക് അന്തസ്സായിട്ട് നിങ്ങൾക്കൊരു ജോലി ചെയ്തിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസമുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കണം നമ്മൾ മര്യാദയ്ക്കുള്ള പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കാവുള്ളൂ. അപ്പം മര്യാദയായിട്ട് ദഹിക്കും മര്യാദയായിട്ടുള്ള സാധനം പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു പുറപ്പെടുവിക്കലായിപ്പോകും. അതാണ് സത്യസന്ധയില്ലാത്ത പൈസയ്ക്ക് പൊട്ടലും ചീറ്റിലും വേണം. അപ്പം നമുക്ക് അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ഇങ്ങനത്തുള്ള ചെറു പടങ്ങളെ നിങ്ങൾ സഹായിക്കണം മക്കളെ. ഇങ്ങനത്തെ കുഞ്ഞു പടമായത് പക്ഷെ ഞങ്ങൾക്ക് വലിയ പടമായത്. അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഇതിൽ കണ്ടു അന്തസ്സായിട്ട് കണ്ടിട്ട് ഇന്ന് പറയണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇത് ഏതൊക്കെ ആൾക്കാരുടെ അസോസിയേറ്റായിട്ട് എന്നുള്ള ആളാണെന്നറിയും. അപ്പം അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് ഡയറക്ടർ തന്നെ ആയിരിക്കണം. ഞാൻ സാറിൻ്റെ പടം ചെയ്തിട്ടുമില്ല. എൻ്റെ നാട്ടിലായിരുന്നു എബി എന്ന് പറയുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ചേനകലം ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം ജെല്ലിക്കെട്ടോ എന്തോ അവിടെ എന്തോ പടം നടക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ സാറൊക്കെ ഇരിപ്പുണ്ട്. ഞാനിതെല്ലാം പൊതുവായിട്ട് പറയുന്ന കേട്ടോ. നമുക്കെല്ലാ പടവും വിജയിക്കണം. ഞങ്ങളുടെ പടം വിജയിക്കണം. മറ്റേ പടം തോറ്റു പോകണമെന്നല്ല പറയുന്നത്. ഇൻഡസ്ട്രിയിൽ നിലനിൽക്കണമെങ്കിൽ എല്ലാ പടവും വിജയിക്കേണ്ട രീതിയിൽ. അപ്പം നിങ്ങളെല്ലാവരും അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നും നിങ്ങളെക്കുറിച്ചൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞാനൊക്കെ അനുഭവിച്ച കഥകളൊക്കെ അറിയാൻ പാടില്ല ചാനലിൽ കൂടെ. അപ്പോൾ അതൊക്കെ ഞാൻ അനുഭവിച്ചാളാം. എന്നെ ആരും പിന്നെ ഒരു പത്രത്തിൻ്റെ മൂലം കൊണ്ടുപോയി ജാഫ്രടിക്ക് അതിനകത്ത് നിരപരാധിയാണെന്ന് എഴുതി ഞാൻ കണ്ടില്ല. അറിയാലോ ചരിത്രമൊക്കെ അറിയാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പം നമ്മൾ എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്കും ഉള്ള ഞങ്ങൾക്കും ഉള്ള അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് എല്ലാവരും പോകുള്ളൂ. ഇപ്പം അടുത്ത കാലത്തൊക്കെ നിങ്ങളെ അങ്ങോട്ട് തിരിച്ചു പറയുന്ന ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പം നിങ്ങളിതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ ഇറക്കി വിട്ടായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയില്ല. നമ്മളെ അഭിമാനമുള്ളവരില്ല. അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഈ പടത്തിന് നിങ്ങൾ ഒന്ന് കണ്ടു കേട്ട് ഒരു പ്രൊമോഷനൊക്കെ ചെയ്ത്
കണ്ടിട്ട് സത്യസന്ധമായിട്ട് ചെയ്താൽ മതി. സത്യസന്ധമായിട്ട് ഈ പടം നമ്മൾ ഈ സാധനം കൊണ്ട് തരും. അപ്പോൾ നല്ലൊരു പടമാണ്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു.